ഇപ്പോൾ ഈ അന്നത്തെ ഇപ്പോൾ 50 കൊല്ലം മുമ്പ് നമ്മുടെ നാടിൻ്റെ ക്രൂരമായൊരു ചിത്രം വരച്ച് കാണിച്ചതാണല്ലോ ഇതിഹാസം. ആ കവിത ഇപ്പോൾ നമ്മൾ 50 കൊല്ലത്തിന് ശേഷവും നമ്മുടെ ഇന്ത്യൻ പ്രത്യേകിച്ച് കേരള സാഹചര്യങ്ങൾ എത്രത്തോളം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ പരിശ്രമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഒക്കെ എങ്ങനെ ബാധിച്ചു എന്ന് ഒന്ന് ഒന്ന് ഓർക്കാമോ, വിലയിരുത്താമോ? അല്ല, അതിൽ കാര്യമായിട്ട് പറഞ്ഞാൽ ഏകാധിപത്യത്തിൻ്റേതായ ഒരംശം കമ്മ്യൂണിസത്തിലുണ്ടായിരുന്നു എന്നുള്ളൊരു സൂചന ഈ കൃതിയിലുണ്ടല്ലോ. അത് കമ്മ്യൂണിസത്തിൽ തന്നെ പോയി. ഇന്ന് പോരില്ല, അവരൊക്കെ ജനാധിപത്യവാദികളായി. ഒരു തരത്തിലത് പുരോഗതിയാണ്. അല്ലാതെ മറ്റേ രീതിയിലുള്ള സായുധ വിപ്ലവം കൊണ്ട് ഇനി ഈ ലോകത്തിലൊരു സാമൂഹ്യ പരിസ്ഥിതി മാറ്റി തീർക്കാം എന്നുള്ള വിചാരം ഇനി ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ആറ്റം ബോംബുള്ളത് കൊണ്ട് ഇനി അതൊന്നും സാധ്യമല്ലല്ലോ. ഇതെവിടെയെങ്കിലും പൊട്ടിക്കില്ലേ? എന്നാൽ ഈ 50 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ആറ്റം ബോംബ് പോലും അഴിച്ച് കളയാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദാരുണമായ ഒരു കഥയാണ്. അവരതിനു വേണ്ടിയാണ് ഈ സഭ ഉണ്ടാക്കിയത്. പക്ഷെ ഒന്നുപോലും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതെവിടെയെങ്കിലും പൊട്ടിയാൽ ഈ ലോകം ബാക്കി ഉണ്ടാവില്ല. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. എങ്കിലും ഏകാധിപത്യ പ്രവണതയിൽ നിന്ന് ഈ കുറേ ആളുകൾ തിരികെ വന്നു എന്നുള്ളത് ഒരു നേട്ടമാണ്. അല്ല പ്രശ്നം. അപ്പോഴേക്കും വേറൊരു മതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏകാധിപത്യത്തിൻ്റെ പ്രവണത ഇപ്പോൾ ഉണ്ടായി വരുന്നു. അപ്പോൾ ഇത് എപ്പോഴും ഈ പ്രകൃതിയിൽ ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് നമുക്ക് സംശയം തോന്നും. മതം രാഷ്ട്രീയമൊന്നും അല്ല കാര്യം. പ്രകൃതിയുടെ ഒരു ഭാഗത്ത് എപ്പോഴും ഈ ഏകാധിപത്യ പ്രവണത ഉണ്ടായിരിക്കും എന്നാണോ പുതിയ പരിതസ്ഥിതി നമ്മോട് പറയുന്നത് എന്ന് സംശയം തോന്നും. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ്. പക്ഷെ അമ്മയെപ്പോലുള്ള ആളുകളുടെ വാക്കുകൾ മാത്രമാണ് ഇനിയുള്ള കാലത്ത് ഒരു പുതിയ വെളിച്ചം നമുക്ക് തരുന്നത്. അമ്മ ഈ സ്കൂളിലൊന്നും കാര്യമായിട്ടൊന്നും പഠിക്കാതെ ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ഈ ഭാരതീയ തത്വജ്ഞാനം കൊണ്ട് അവരെ അമ്പരപ്പിക്കുന്ന ഒരവസ്ഥയിലെത്തിയല്ലോ. അതൊരു വലിയ ഈ ലോകത്തിൻ്റെ ഒരു വലിയ ആശ്വാസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. അറിഞ്ഞിലിത്ര നാളും ഞാൻ പുളകോൽഗമം